നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ ക്ലെയിം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു ഒറ്റ കാര്യം വെച്ചിട്ടാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാതിരിക്കാൻ ഉള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ചില കേസുകളിൽ നമുക്ക് സ്പെസിഫിക് ഇൽനെസ്സുകൾ, അതായത് ചില കിഡ്നി സ്റ്റോൺ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ പോലത്തെ അസുഖങ്ങൾക്ക് 2 ഇയർ വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ടാവും. അത് കാരണം കിട്ടാതിരിക്കാം. അല്ലെങ്കിൽ ചില പനികൾ അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ കിട്ടാതിരിക്കുന്നത്. മീൻസ് നമുക്ക് ഒരു നമ്മുടെ ഓരോ വൈറ്റൽസ് ഇത്ര വേണമെന്നുണ്ട്, പനി ഇത്ര കൂടുതൽ വേണം. അപ്പം അതിനുശേഷം ഹോസ്പിറ്റലിൽ ചില ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടണം. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ക്ലെയിം കിട്ടും. അതായത് നമുക്ക് അഡ്മിസിബിൾ ആണെന്ന് ഇൻഷുറൻസ് കമ്പനി ഒക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരണം. അതുകൊണ്ടാണ് ചിലത് ക്ലെയിം റിജക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള കാരണം ഏർലി ക്ലെയിംസ്, പെട്ടെന്നൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ കാരണം വെച്ചാൽ വേറെ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ട് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വേറെ അസുഖം കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോട് പറയണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടായാലും നമുക്ക് റിജക്ഷൻ വരാൻ സാധ്യത എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പേപ്പർ, ആദ്യമായിട്ട് കണ്ട ഇൻവെസ്റ്റിഗേഷൻ പേപ്പർ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കസ്റ്റമേഴ്സ് അവെയർ ആയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്ലെയിം റിജക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിൽ ബേസിക്കലി അവെയർനെസ് ആണ് ആവശ്യം. പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ലെയിം കിട്ടാൻ